കാന്താര എന്താണ് പ്രശ്നം? പ്രദർശിപ്പിക്കില്ല എന്ന വാർത്ത. പ്രദർശിപ്പിക്കത്തില്ല നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിലവിലുള്ള ടേംസിനേക്കാൾ കൂടുതൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നിലവിലെ ടൈംസ് എത്രയാണ്? 50 അല്ലേ? നിലവിലെ ടൈംസ് 50 ആണ്. 55 വേണമെന്ന് അവർക്ക് 2 ആഴ്ച 55 വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടൈംസിൽ ഞങ്ങൾക്ക് പടം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു മറുവശം, കേരളത്തിൽ എത്ര സൂപ്പർ ഹിറ്റ് ആവുന്ന പടത്തിനും അന്യഭാഷയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവൻ 40% 30% ടൈംസ് ആണ് ഇവിടുത്തെ നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രബലരായ ചില നിർമ്മാതാക്കളും ഈവൻ നടന്മാരുടെ പാർട്ണർഷിപ്പിലുള്ള ചില കമ്പനികൾ അന്യഭാഷയിൽ ചെന്ന് പടം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് തിയേറ്ററുകളിൽ നിന്ന് 10-20% കൂടുതൽ ടൈംസ് മേടിച്ചു കൊടുത്ത് അവരുടെ പ്രീതി സമ്പാദിക്കാനാണ് നോക്കുന്നത്. അന്യഭാഷാ നിർമ്മാതാക്കളുടെ പ്രീതി സമ്പാദിക്കാനാണ് അവന്മാർ ചെയ്യുന്നത്. കാര്യം ഇവിടെ വന്ന് സ്വന്തം നാട്ടിലെ തിയേറ്ററുകാരുടെ നിന്ന് 10-20% ടൈംസ് മേടിച്ച് കൂടുതൽ കൊടുത്തിട്ട് അവിടെ ചെയ്യുക. മനസ്സിലായി? എന്നിട്ട് ഇവിടുത്തെ പടം, മലയാള പടം അവിടെ കൊടുക്കുന്നത് ഏറ്റവും കുറച്ച് ടൈംസിന് അവിടെ കൊടുപ്പിക്കുക. അപ്പൊ ആ പ്രവണത നിർത്തിയേ പറ്റൂ. മലയാള ചിത്രത്തിന് അന്യഭാഷയിൽ എത്ര ടൈംസ് കിട്ടുന്നോ ആ ടൈംസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ കൂടുതലുള്ള ഒരു ടൈംസും ഇനി ഞങ്ങൾക്ക് അംഗീകരിക്കില്ല. ഹിറ്റായ തുടരും എന്ന് പറയുന്ന നിർമ്മാതാവിന് ഈ ടൈംസ് വ്യത്യാസം കാരണം കോടികളാണ് നഷ്ടപ്പെട്ടത്. അതിലെവർക്കാർക്കും ഒരു വേദനയില്ല. ഒരു മലയാള നിർമ്മാതാവിന് പൈസ നഷ്ടപ്പെടുന്നതിൽ എവർക്കാർക്കും ഒരു വേദനയില്ല. അന്യഭാഷയിൽ ചെന്ന് പടം എടുത്തോണ്ട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തോണ്ട് ഇവിടുന്ന് തിയേറ്ററുകാരുടെ 10-20% കൂടുതൽ മേടിച്ച് അവിടെ കൊണ്ട് കൊടുക്കുക. ആ പ്രവണത ഇനി സമ്മതിക്കാൻ പറ്റത്തില്ല. സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇത്ര ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1% പോലും 50% ഉള്ളത് 1% പോലും കൂട്ടിക്കൊടുക്കില്ല. നമുക്ക് വേണ്ട, കൂട്ടിക്കൊടുക്കാൻ നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് ആ ടൈംസ് കിട്ടുന്ന പടങ്ങൾ മതി. അല്ലാതെ ഇപ്പം ഞങ്ങളില്ല, ഫിയോക്ക് ഇല്ലാതെ തന്നെ അവർക്ക് പ്രദർശിപ്പിക്കാൻ ഒരുപാട് തിയേറ്ററുകളുണ്ട്. നമുക്ക് വേണ്ട. ഫിയോക്കിന്റെ തീരുമാനം ഇതാണ്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.